ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് ആളുകളേക്ക് പരിചയം ഉണ്ടാവും. അതിൽ ഒരുപാട് ആളുകൾ ഇഷ്ടമുണ്ടായിരിക്കാം. ആരും ആവാം, ചിലപ്പോൾ മുന്നത്തെ ക്രഷ് ആവാം, അല്ലെങ്കിൽ അത് ആരും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ആ ക്രഷിന്റെ പേര് അല്ലെങ്കിൽ ആ മനസ്സിലുള്ള ആളുടെ പേര് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക. ഓക്കെ, എങ്ങനെയാലും കുഴപ്പമില്ല. നിങ്ങൾ ജീവിച്ച് ഈ സമയം വരെ നിങ്ങൾ ഓർമ്മയിലുള്ള ഒരാളെ മനസ്സിൽ നിങ്ങൾ വിചാരിക്കുക. ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്ന ഒരാളെ നിങ്ങൾ ക്രഷാവാം. കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ വിചാരിച്ചോളി അയാളെ ഓർക്കാൻ പോവാ വിചാരിച്ചില്ലേ? വിചാരിച്ച ആളെ ഞാൻ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ലല്ലോ. നമ്മൾ തന്നെ ഇപ്പൊ ഒന്ന് പരിചയപ്പെട്ടിട്ടുള്ളൂ അല്ലേ? ശരി, നമ്മൾ മനസ്സിൽ വിചാരിച്ച ആളിനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ജനങ്ങനെ അയാളെ പേര് എഴുതി പോണായിട്ട് മനസ്സിൽ കണ്ടേ. അയാളെ പേര് ഞാൻ ഇങ്ങനെ എഴുതി പോകുന്നത് ഓരോ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഇങ്ങനെ കാണാം. 4 5 ഒക്കെ അങ്ങനെ ഒന്നുകൂടെ റിവീൽ ചെയ്തേ. ഓക്കെ അല്ലേ? എന്റെ മുഖത്ത് പറഞ്ഞു ഞാനത്തെ ഓരോ അക്ഷരങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് കാണിക്കുന്നത്. ഓരോ അക്ഷരങ്ങളും മനസ്സിൽ വിചാരിച്ച് എന്നെ കാണിക്കുന്നത്. പേരിങ്ങനെ പോണ്ടിട്ടോ. ഓരോ അക്ഷരം എന്നിലേക്ക് വിട്ടോളൂ. അസ്മ ഇവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആർക്കും അറിയില്ല, മനസ്സിലുണ്ട് ആ പറഞ്ഞു. അസ്മി ഞാൻ കൂടി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അയാൾ ഇപ്പോൾ കടന്നു വരും കേട്ടോ. അയാൾ കടന്നു വരും. ഓക്കെ, അയാളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം എസ് അല്ലേ? ഓക്കെ, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ആളിങ്ങനെ കടന്നിട്ട് വരുന്നില്ല. ഞാൻ ഉടനെ ഹായ് ഷാഹിദ്, ഹായ്. ഓക്കെ, എന്ത് ഷാഹിദാണോ? ഇത് നമ്മുടെ അസ്മയുടെ ഹസ്ബൻഡാണ് കേട്ടോ. ഷാഹിദിന്റെ പേര് പറഞ്ഞപ്പോ ഇവിടെ കാണിച്ചു കേട്ടോ. അടി വിട്ടോ? അടിണ്ടാവില്ല. അന്ന് ബസ്സില് കയറുമ്പോഴും അറിയാത്ത തുടങ്ങിയിരുന്നു. ഉള്ളിലുള്ള ജീവിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, സെറ്റ്.